ചരിത്രത്തിൽ ചില നിലപാടുകളുണ്ട്. അവ കാലങ്ങൾ കഴിഞ്ഞാലും മാഞ്ഞുപോവില്ല. അങ്ങനെ ഒരു നിലപാടിന്റെ കഥയാണ് ഇമാം ഹുസൈൻ്റേത്. അനീതിക്കെതിരെ അദ്ദേഹം നടത്തിയ ആ യാത്ര, ആ ത്യാഗം, അതിന്റെ കഥയാണ് നമ്മളിന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. ഒറ്റവാചകം മതിയല്ലേ ഇമാം ഹുസൈനും അദ്ദേഹത്തിന്റെ മുത്തച്ഛനായ പ്രവാചകനും തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴം മനസ്സിലാക്കാൻ? ഹുസൈൻ എന്നിൽ നിന്നാണ്, ഞാൻ ഹുസൈനിൽ നിന്നാണ് എന്ന് പറയുമ്പോൾ അതിലുണ്ടെല്ലാം. പ്രവാചകന് അദ്ദേഹം എത്രമാത്രം പ്രിയപ്പെട്ടവനായിരുന്നുവെന്ന് ഇതിൽ കൂടുതൽ വ്യക്തമാക്കാനില്ല. ഇതൊരിക്കലും ഒരു വ്യക്തിയുടെ മാത്രം കഥയായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. മറിച്ച് ഏത് കാലഘട്ടത്തിലും പ്രസക്തമായ ധീരതയുടെയും ത്യാഗത്തിന്റെയും ഒരു വലിയ കഥയാണ്. സ്വേച്ഛാധിപത്യത്തിനെതിരെ സ്വന്തം തത്വങ്ങളിൽ ഉറച്ചു നിൽക്കുന്നതിന്റെ കഥ. അപ്പം നമുക്ക് ഈ കഥയുടെ തുടക്കത്തിലേക്ക് തന്നെ പോകാം. ആരായിരുന്നു ഇമാം ഹുസൈൻ? എങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം? ചെറുപ്പം മുതലേ അദ്ദേഹത്തിന് ലഭിച്ച ആ പ്രത്യേക സ്ഥാനത്തെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. അപ്പോ ആരായിരുന്നു ഇമാം ഹുസൈൻ? അദ്ദേഹം പ്രവാചകന്റെ മകളായ ഫാത്തിമയുടെയും ഇസ്ലാമിക ചരിത്രത്തിലെ അതികായനായ അലിയുടെയും രണ്ടാമത്തെ മകനായിരുന്നു. മൂന്നാമത്തെ പുണ്യ ഇമാമായിട്ടാണ് അദ്ദേഹത്തെ കണക്കാക്കുന്നത്. എന്തിനധികം ഹുസൈൻ എന്ന ആ പേര് നൽകിയതുപോലും അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട മുത്തച്ഛനായ മുഹമ്മദ് നബി തന്നെയായിരുന്നു. നോക്കൂ, ഹസനും ഹുസൈനും സ്വർഗത്തിലെ യുവാക്കളുടെ നേതാക്കളാണ് എന്നാണ് പ്രവാചകൻ പറഞ്ഞത്. ആ സ്നേഹവും സ്ഥാനവും എത്ര വലുതായിരുന്നു! പക്ഷേ ഈ സ്നേഹത്തിന്റെ കൂടെ തന്നെ അദ്ദേഹത്തിന്റെ ജനനസമയത്ത് പ്രവാചകൻ ഒരു പ്രവചനം നടത്തിയിരുന്നു. ഒരു നാൾ ഒരു കൂട്ടം ആളുകൾ അദ്ദേഹത്തെ അതിക്രൂരമായി വധിക്കുമെന്ന്. അതൊരു ഞെട്ടിക്കുന്ന പ്രവചനമായിരുന്നു. ഇവിടെ മുതലാണ് കഥയുടെ ഗതി മാറുന്നത്. ആ ദുരന്തപൂർണമായ പ്രവചനം സത്യമാകുന്നതിലേക്ക് നയിച്ച സംഭവങ്ങൾ ആരംഭിക്കുന്നത് ഇവിടെ നിന്നാണ്. ഒരു അഴിമതി നിറഞ്ഞ ഭരണകൂടം, അവർ മുന്നോട്ടുവച്ച ഒരു അനീതിപരമായ ആവശ്യം, അതായിരുന്നു എല്ലാത്തിനും തുടക്കം. കാര്യങ്ങൾ വളരെ സങ്കീർണമാവുകയായിരുന്നു. മുമ്പ് ചെയ്തിരുന്ന എല്ലാ ഉടമ്പടികളും കാറ്റിൽ പറത്തി. മുആവിയ തനിക്ക് ശേഷം മകനായ യസീദിനെ ഭരണാധികാരിയായി നിയമിച്ചു. കൈക്കൂലിയും ഭീഷണിയും അക്രമവുമൊക്കെ ഉപയോഗിച്ചാണ് യസീദിനു വേണ്ടി ആ സ്ഥാനം ഉറപ്പിച്ചത്. ഇത് ഇസ്ലാമിക സമൂഹത്തിൽ വലിയൊരു പ്രതിസന്ധിക്ക് തുടക്കമിട്ടു. ഇവിടെ രണ്ട് ധ്രുവങ്ങളായിരുന്നു. ഒരു വശത്ത് ആദരവിന്റെയും തത്വങ്ങളുടെയും പാതയിൽ സഞ്ചരിച്ച ഇമാം ഹുസൈൻ. അദ്ദേഹത്തിന് വഴങ്ങാത്ത ഇച്ഛാശക്തിയും ഉറച്ച നിശ്ചയദാർഢ്യവുമുണ്ടായിരുന്നു. മറുവശത്തോ കൈക്കൂലിയും ഭീഷണിയും കൊലപാതകവും മുഖമുദ്രയാക്കിയ യസീദിന്റെ ഭരണകൂടം. ഈ രണ്ട് ആദർശങ്ങൾ തമ്മിലൊരു ഏറ്റുമുട്ടൽ ഉറപ്പായിരുന്നു. അങ്ങനെ ആ നിർണായകമായ ആവശ്യം വന്നു. യസീദ് ഇമാം ഹുസൈനോട് തനിക്ക് ബൈഅത്ത്, അതായത് അനുസരണ പ്രതിജ്ഞ നൽകണമെന്ന് ആവശ്യപ്പെട്ടു. അതിന്റെ അർത്ഥം യസീദിന്റെ ഭരണത്തെ അംഗീകരിക്കുക എന്നതായിരുന്നു. ഇമാം ഹുസൈന്റെ മുന്നിൽ രണ്ട് വഴികളെ ഉണ്ടായിരുന്നുള്ളൂ. ഒന്നുകിൽ ഒരു സ്വേച്ഛാധിപതിയെ അംഗീകരിച്ച് തലകുനിക്കുക, അല്ലെങ്കിൽ അതിന്റെ ഭവിഷ്യത്തുകൾ നേരിടാൻ തയ്യാറാവുക. ഇമാം ഹുസൈന്റെ തീരുമാനം വളരെ വ്യക്തമായിരുന്നു. യസീദിന്റെ അനീതിക്ക് മുന്നിൽ തലകുനിക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. ആ ആവശ്യം അദ്ദേഹം നിശ്ചയദാർഢ്യത്തോടെ നിരസിച്ചു. ആ നിമിഷം മുതൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ആ വിധിനിർണായകമായ യാത്ര ആരംഭിക്കുകയായിരുന്നു. അദ്ദേഹത്തിന് സ്വന്തം നാടായ മദീന വിടേണ്ടി വന്നു. അവിടെ നിന്ന് കുടുംബത്തോടൊപ്പം മക്കയിലേക്ക് അഭയം തേടി യാത്രയായി. കൂഫയിലെ ജനങ്ങൾ അദ്ദേഹത്തിന് പിന്തുണ വാഗ്ദാനം ചെയ്ത് കത്തുകൾ അയച്ചപ്പോൾ അദ്ദേഹം അങ്ങോട്ടേക്ക് തിരിച്ചു. പക്ഷേ ആ യാത്ര, അത് കർബല എന്ന മരുഭൂമിയിൽ വെച്ച് യസീദിന്റെ സൈന്യം തടഞ്ഞു. ഇനി നമ്മൾ എത്തുന്നത് ആ കഥയിലെ ഏറ്റവും വേദനാജനകമായ അധ്യായത്തിലേക്കാണ്. കർബല. ആ മരുഭൂമിയിൽ വെച്ചാണ് ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്ന് അരങ്ങേറിയത്. ഒന്ന് ആലോചിച്ചു നോക്കൂ. വിജനമായൊരു മരുഭൂമിയിൽ ആയിരക്കണക്കിന് സൈനികർ ഒരു ഭാഗത്ത്, മറുഭാഗത്ത് ഇമാം ഹുസൈനും അദ്ദേഹത്തിന്റെ കുടുംബവും, വിരലിൽ എണ്ണാവുന്ന അനുയായികളും, 72ഓളം പേർ മാത്രം. സങ്കൽപ്പിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയായിരുന്നു അത്. ക്രൂരത അവിടെയും നിന്നില്ല. സ്ത്രീകളും പിഞ്ചുകുഞ്ഞുങ്ങളും അടങ്ങുന്ന ആ ചെറിയ സംഘത്തിന് കുടിവെള്ളം നിഷേധിക്കപ്പെട്ടു. തൊട്ടപ്പുറത്ത് യൂഫ്രട്ടീസ് നദി ഒഴുകുന്നുണ്ടായിരുന്നു. പക്ഷേ ഒരു തുള്ളി വെള്ളം പോലും അവർക്ക് ലഭിച്ചില്ല. ആ കൊടും ചൂടിൽ ദാഹിച്ചു വലഞ്ഞ ആ കുഞ്ഞുങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? അപമാനിക്കപ്പെട്ട് ജീവിക്കുന്നതിനേക്കാൾ ആത്മാഭിമാനത്തോടെ മരിക്കാനായിരുന്നു ഇമാം ഹുസൈന്റെ തീരുമാനം. ഉറപ്പായ മരണത്തിന് മുന്നിൽ നിന്നുപോലും അദ്ദേഹം തന്റെ തത്വങ്ങളിൽ നിന്ന് ഒരിഞ്ച് മുന്നോട്ടു പോയില്ല. കുന്തങ്ങളുടെ നിഴലിൽ മരണം വരിക്കാനാണ് അദ്ദേഹം ഇഷ്ടപ്പെട്ടത് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അങ്ങനെ ആ ദിവസം വന്നെത്തി. മുഹറം 10-ാം ദിവസം. രാവിലെ മുതൽ ഉച്ചവരെ ആ ചെറിയ സംഘം ധീരമായി പോരാടി. പക്ഷേ അവസാനം ഇമാം ഹുസൈനും കൂടെയുണ്ടായിരുന്ന എല്ലാ പുരുഷന്മാരും ഒന്നൊന്നായി കൊല്ലപ്പെട്ടു. അവരുടെ തലകൾ കുന്തങ്ങളിൽ കോർത്തു. സ്ത്രീകളെയും കുട്ടികളെയും തടവുകാരാക്കി കൊണ്ടുപോയി. അതൊരു യുദ്ധമായിരുന്നില്ല, ഒരു കൂട്ടക്കൊലയായിരുന്നു. പക്ഷേ
കർബലയിലെ ആ രക്തസാക്ഷിത്വം ഒരു അവസാനമായിരുന്നില്ല. സത്യത്തിൽ അതൊരു അനശ്വരമായ പൈതൃകത്തിന്റെ തുടക്കമായിരുന്നു. എന്തുകൊണ്ടാണ് ആ സംഭവം ഇന്നും ലോകം മുഴുവൻ ഓർക്കുന്നത്? നമുക്ക് നോക്കാം. അപ്പോ എന്തിനായിരുന്നു ഈ വലിയ ത്യാഗം? ഇമാം ഹുസൈന്റെ ലക്ഷ്യം ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ: തന്റെ മുത്തച്ഛൻ പഠിപ്പിച്ച ഇസ്ലാമിന്റെ യഥാർത്ഥ മൂല്യങ്ങളെ അഴിമതിയിൽ നിന്നും നശിപ്പിക്കുന്ന ഭരണത്തിൽ നിന്നും സംരക്ഷിക്കുക, വരും തലമുറകൾക്കു വേണ്ടി ആ സന്ദേശം കാത്തുസൂക്ഷിക്കുക. അതുകൊണ്ടാണ് ഇമാം ഹുസൈൻ സയ്യിദ് അഷ്ഷുഹദ എന്ന് അറിയപ്പെടുന്നത്. അതായത് രക്തസാക്ഷികളുടെയെല്ലാം നേതാവ്. തത്വങ്ങൾക്ക് വേണ്ടി ഒരാൾക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ ത്യാഗം ചെയ്തതിനുള്ള അംഗീകാരമാണ് ആ പദവി. ഇന്നും ലോകത്തിന്റെ ഏത് കോണിലായാലും അനീതിക്കെതിരെ പോരാടുന്നവർക്ക് ഇമാം ഹുസൈന്റെ കഥ ഒരു വലിയ പ്രചോദനമാണ്. അടിച്ചമർത്തുന്നവർക്കെതിരെ സ്വന്തം അവകാശങ്ങൾക്കായി നിലകൊള്ളാനുള്ള ധൈര്യത്തിന്റെ പ്രതീകമായി അദ്ദേഹത്തിന്റെ ആ നിലപാട് എക്കാലവും ഓർമ്മിക്കപ്പെടുന്നു. ഈ വിശകലനം അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും സ്വയം ചോദിക്കാവുന്നൊരു ചോദ്യമുണ്ട്. ഒരു അടിച്ചമർത്തുന്ന ശക്തിക്കെതിരെ സ്വന്തം അവകാശങ്ങൾക്കായി, സ്വന്തം തത്വങ്ങൾക്കായി നിലകൊള്ളുക എന്നതിന്റെ യഥാർത്ഥ അർത്ഥമെന്താണ്? ഇമാം ഹുസൈന്റെ പൈതൃകം ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ നമ്മളെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു.